നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ ചേരിപ്പോര്. തിരുവനന്തപുരം സീറ്റിനായി അവകാശവാദം കടുപ്പിച്ച മുൻ മന്ത്രി വി.എസ്. ശിവകുമാർ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതിനു പിന്നാലെയാണ് നീക്കം. മണ്ഡലത്തിലേക്ക് കെ മുരളീധരനും പരിഗണനയിലുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശിവകുമാറിന്റെ ശ്രമം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നേതൃത്വത്തിന് മുന്നിൽ സമ്മർദ്ദതന്ത്രവുമായി ശിവകുമാറിന്റെ നീക്കം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. ഈ സീറ്റിനായാണ് കോൺഗ്രസിൽ വി.എസ്. ശിവകുമാർ പിടിമുറുക്കിയിരിക്കുന്നത്. എം.എൽ.എ. ആയിരുന്ന ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയ സാഹചര്യത്തിൽ സീറ്റ് തിരികെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് സമ്മർദ്ദതന്ത്രത്തിന് പിന്നിൽ. ശിവകുമാറിനെ കൂടാതെ കെ മുരളീധരൻ, കെ ശബരിനാഥൻ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസിൽ പരിഗണിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതോടെയാണ് സീറ്റ് തനിക്ക് വേണമെന്ന ആവശ്യം ശിവകുമാർ ശക്തമാക്കിയത്. സീറ്റ് നൽകിയില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന് ശിവകുമാർ ഭീഷണി മുഴക്കിയതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ശിവകുമാർ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സീറ്റ് തർക്കത്തിൽ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയാണ് രൂക്ഷമാകുന്നത്. ജനം, തിരുവനന്തപുരം.